ഫ്രണ്ട്സ്, നമ്മുടെ വളർത്തുകിളികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണിത്. ഇത് വള്ളിപ്പയറാണ്. ഇത് നമ്മുടെ ബഡ്ജീസിനും കോക്ടെയിൽസിനും ആഫ്രിക്കൻ ലവ് ബേർഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫുഡാണ് കേട്ടോ. ഫിഞ്ചസ് കഴിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഫിഞ്ചസ് ഇല്ല. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കടലയും ഗോതമ്പും കൂടെ കിളിർപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചതാണ്. അതിൻ്റെ മുകൾ വശം ഞാൻ ഒരു തുണി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രാണിയും പാറ്റയൊക്കെ കയറും. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലപോലെ ഇരുന്നോളും. ഇത് നമുക്ക് ബ്രീഡിംഗ് ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഫുഡാണ്. ബ്രീഡിങ് കഴിഞ്ഞാണെങ്കിലും കുഞ്ഞുങ്ങളുള്ളപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫുഡ് തന്നെയാണ്. അവരൊരു ഇച്ചിരി പോലും കളയാതെ മുഴുവനായിട്ട് കഴിക്കും. നിങ്ങൾക്ക് ബേഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലുള്ള ഫുഡുകളൊന്നും കൊടുക്കാതെ സീഡ് മാത്രം കൊടുത്ത് വളർത്തുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് വെക്കുമ്പോൾ ഇതുപോലത്തെ ഫുഡൊന്നും അവർ കഴിക്കത്തില്ല. അപ്പോൾ നമ്മൾ സീഡ് ആയിട്ടുള്ളതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവരുടെ കൂട്ടി തീറ്റയെ വെച്ച് കൊടുക്കരുത്. ഇവർക്ക് നല്ല രീതിക്ക് വിശക്കും. ആ സമയമാകുമ്പോഴത്തേനും ഈ ഫുഡ് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് കഴിക്കും. ഏത് ഫുഡ് കഴിക്കുന്നില്ലെങ്കിലും ഇതുപോലെ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ബേഡ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.